ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സാറിന്റെ മോളെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് അവളെവിടെ? നിങ്ങളുടെ മകൾ പാർവതി ദാ അവിടെയുണ്ട്. അവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത്. അവിടെയോ? അതെ, മോള് ജോലി ചെയ്യുന്ന നേരിട്ട് കാണണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ആ, പോയി കാണ്. ചെല്ലേ. கண்ணீரண்டில் நீரிந்து பார்வை தந்தாயே, உறவென்று சொன்னால் நீதானே, உதிரத்தில் ஓடும் பூந்தேனே, வரமும் தவமும் நீயே, வலியும் மருந்தும் நீயே, உயிரினில் கலந்த என் தாயே. தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ, தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ தங்கோ சொக்க தங்கோ, தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ, தங்கோ தங்கோ. പാറു, എന്റെ മോള് ഈ ജോലി ചെയ്യുന്നത് കാണാനാണോ ഇക്കണ്ട ദൂരം അത്ര യാത്ര ചെയ്ത് അച്ഛൻ വന്നത്? ഈ ജോലി ചെയ്ത് കിട്ടിയ കാശും കൊണ്ടാണോ എന്റെ മോള് അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പുറപ്പിന്റെയും വയറ് നിറച്ചത്? ഓ കഷ്ടം. എന്തിനായിരുന്നു മോളെ? ഇതൊരു ഭേദം എല്ലാവർക്കും ഒരുമിച്ച് പട്ടിണി കിടന്ന് ചാവുന്നായിരുന്നില്ലേ? ഒരുപാട് പേര് അച്ഛനെ തോപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അച്ഛൻ വീഴാതെ പിടിച്ചു നിന്നു. പക്ഷേ ഇവിടെ ഞാൻ വീണുപോയി. കുടുംബം നോക്കേണ്ടത് അച്ഛന്റെ കടമയാ. കടമ മറന്ന് അച്ഛന്റെ മുഖത്ത് കെട്ടി അടിയായി പോയത്. ഇങ്ങനൊന്നും പറയല്ല അച്ഛ. എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ടെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. ഈ ജോലി ചെയ്ത് എത്രയോ പേര് കുടുംബം പോറ്റുന്നില്ലേ? ശരിയായിരിക്കാം, പക്ഷേ എന്റെ മോള് ഈ ജോലി ചെയ്ത് കുടുംബം പോറ്റണ്ട. മോക്ക് ഇവിടുത്തെ ജോലി വേണ്ട.